രാവിലെ എഴുന്നേറ്റ് ട്രംപ് പറയും ഞങ്ങൾ ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കാൻ പോവുകയാണ്, അതിന് നിയന്ത്രണം ഏറ്റെടുക്കും, ഇറാനെ അവിടുന്ന് തുരത്തും. ഉച്ചയാകുമ്പോഴത്തേക്കും പുള്ളി പറയും ഹോർമുസ് പിടിച്ചെടുക്കുക എന്നുള്ള ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, കാരണം അതിൻ്റെ ബെനിഫിഷ്യറീസ് മറ്റ് ഏഷ്യൻ രാജ്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഹോർമുസ് പിടിച്ചെടുക്കണം, അല്ലെ പിടിച്ചെടുക്കാൻ ഞങ്ങളോട് നിൽക്കണം, നിങ്ങൾ മുമ്പേ പോക്കോ, ഞങ്ങൾ പുറയുന്ന സപ്പോർട്ട് ചെയ്തേക്കാം. ഈ ട്രംപച്ചിന് എന്തോ പറയുന്നത്? ട്രംപച്ചിൻ്റെ പ്രശ്നം എന്താണ്? ഇന്ത്യൻ ചാനലുകളാരും നമുക്ക് ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. അതൊന്ന് പറഞ്ഞേക്കാമെന്ന് വെച്ചാണ്, ഈ അറേബ്യൻ രാജ്യങ്ങളുണ്ടല്ലോ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ളവ, അവർക്കെല്ലാം ടെക്നോളജി കൊടുത്ത് അവിടെയെല്ലാം ഓയിൽ മൈൻസ് ഉണ്ടാക്കി വെച്ചിട്ട് അവരെയൊക്കെ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ നിർത്തിയിരിക്കുക വർഷങ്ങളായിട്ട്. ഉണ്ടാക്കുന്ന ഓയിൽ, പെട്രോളിയം അത് വിറ്റെങ്കിൽ മാത്രമേ ഈ അറേബ്യൻ രാജ്യങ്ങൾക്ക് ഒരു നിലനിൽപ്പുള്ളൂ. അതാണ് അവരുടെ പ്രധാന വരുമാന മാർഗം. അത് അവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് കയറ്റി കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. ഇവിടെ പ്രശ്നം ഇന്ത്യയുടെയും ചൈനയുടെയും ജപ്പാന്റെയും ഒന്നും മാത്രമല്ല, ഈ രാജ്യങ്ങളുടെ വലിയേട്ടനാണ് ട്രംപ്. അതുകൊണ്ടാണ് ട്രംപ് ഇവിടെ കിടന്ന് ബേളം വെക്കുന്നത്, ഞാൻ ശരിയാക്കി തരാം, അല്ലെ ഇപ്പം ഞാൻ തകർത്ത് കളയും, ഹോർമുസ് ഞാൻ തുറക്കും എന്നൊക്കെ രാവിലെ പറയും. പുള്ളിക്ക് ഇത്രയും പ്രായമായില്ല, അതുകൊണ്ട് ആ മൂഡിലിരിക്കാൻ രാവിലെ പ്രഷർ കയറി കഴിയുമ്പോഴത്തേക്കും പറയും ഞാൻ ഇപ്പം പിടിച്ചെടുക്കുന്നു. ഉച്ചയാകുമ്പോഴായിരിക്കും വേറെ ഏതെങ്കിലും ഒരു സെക്രട്ടറി വന്നിട്ട് പറയുന്നത് പക്ഷേ അത് ശരിയാവത്തില്ലല്ലോ, അത് നമ്മുടെ പട്ടാളക്കാരെ വിട്ട് കഴിഞ്ഞാൽ എന്നാൽ ശരി ഒരു കാര്യം ചെയ്യും, ബാക്കിയുള്ള രാജ്യങ്ങളോട് പറയാം, നിങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് പോകാം, നിങ്ങളല്ലേ അതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയും. അപ്പോൾ ലോകത്തിന്റെ പോലീസായിട്ട്, അറേബ്യൻ രാജ്യങ്ങളുടെ രക്ഷകനായിട്ട് വർഷങ്ങളായിട്ട് 40-45-50 വർഷമായിട്ട് അമേരിക്ക അവിടെ നിലകൊള്ളുകയാണ്. അപ്പോൾ ഈ രാജ്യങ്ങളുടെ ഈ വലിയേട്ടന് അല്ലെ ഈ അപ്പാപ്പിന് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അവർ യുദ്ധം ചെയ്യുന്നതും ഈ രാജ്യങ്ങളിലെല്ലാം അവരുടെ അമേരിക്കൻ ക്യാമ്പുകൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതും. അതുകൊണ്ട് ഒരു രാജ്യവും സഹായിച്ചില്ലെങ്കിൽ പോലും അമേരിക്ക ഇറാനുമായിട്ടുള്ള യുദ്ധം തുടരും, ഇത് നിർത്തില്ല. അവർക്ക് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഫ്യൂവൽ പുറത്ത് കടത്തിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഈ അറേബ്യൻ രാജ്യങ്ങളെല്ലാം പൊട്ടിപ്പാളിഷാവും. അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് എതിരാവും എന്നല്ല ഞാൻ പറഞ്ഞത്, അവരുടെ വരുമാനം കുറയും, പലർക്കും ജോലി നഷ്ടപ്പെടും. ഇതൊക്കെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ട്രംപ് ഈ ഭാരിച്ച ഉത്തരവാദിത്തം എടുത്ത് തലയെ വെച്ചേ പറ്റത്തുള്ളൂ, പുള്ളിക്ക് ഊരാൻ പറ്റത്തില്ല. അവിടെയാണ് ഇറാൻ പിടിക്കുന്നത്. ഞങ്ങൾ കാണിച്ചു തരാം, നീ വലിയ ഓഫീസറല്ല, എന്നിട്ട് നിന്നെ ശരിയാക്കി തരാം, നീ ബിസിനസ് നടത്തിയെങ്കിലല്ലേ ഉള്ളൂ വലിയ ആളാകാൻ പറ്റുള്ളൂ, വാടാ പോലെ നമുക്ക് നോക്കാം. ഇതാണ് ഇറാന്റെ സ്ട്രാറ്റജി.